ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ത്യൻ കോയിൻസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റിയൽ വാല്യൂ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതായത് 4.25 പൈസ കൂടുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ₹1. അതുപോലെ എത്ര രൂപ കൂടുന്നതായിരുന്നു നമ്മുടെ പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ കോയിൻസ് എന്നുള്ളതാണ്. അതായത് അതിൻ്റെ ആ കാലത്തെ റിയൽ വാല്യൂ, അതായത് ഇപ്പോൾ നിലവിലുണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം ആയേനെ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ഇത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്. കാരണം അതിൻ്റെ റിയൽ വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് അന്നുണ്ടായിരുന്നപ്പോൾ അതിൻ്റെ വാല്യൂ എത്തുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ 1/12 അണാന്നുള്ള അതിൻ്റെ റിയൽ വാല്യൂ എന്ന് പറയുന്നത് അതായത് 1/192 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അതായിരുന്നു അന്നത്തെ 1/12 അണ എന്ന് പറയുന്നത്. അതായത് 192 1/12 അണ കൂടുന്നതായിരുന്നു ₹1 എന്നുള്ളതാണ്. അതാണ് നമ്മൾ അതിൻ്റെ ശരിക്കുള്ള വാല്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ. ഇതുപോലെ ആ കാലത്തുണ്ടായിരുന്ന കുറേ കോയിൻസ് ഉണ്ട്, അതിൻ്റെ കറക്റ്റായിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ പറയുന്നത്. ഇതുപോലെ അന്നുണ്ടായിരുന്ന എല്ലാ കോയിൻസിൻ്റെയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. 1/2 പൈസ എന്ന് പറയുന്ന കോയിനാണ്. നമ്മുടെ പൈസ സ്പെല്ലിങ് നോക്കണം, വ്യത്യാസമുണ്ട്. ആ കോയിൻ എന്ന് പറയുന്നത് 128 ആ കോയിൻ ചേരുന്നതാണ് നമ്മുടെ ഇന്നത്തെ ₹1 എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/192 ഹരിക്കുമ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ടാണ് ആ കോയിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുമാത്രം മൂല്യം കുറഞ്ഞ കോയിൻസ് ആയിരുന്നു എന്ന്. ആ കോയിൻസാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് കോയിൻ കളക്ഷന് വേണ്ടി നമ്മൾ കിട്ടാതെ വരുമ്പോൾ ഇരട്ടി പൈസ കൊടുത്ത് നമ്മൾ വാങ്ങുന്നുള്ള കാര്യം നമ്മളൊന്ന് ഓർക്കണം. ഞാൻ ചുമ്മാ ജസ്റ്റ് ഈ കാര്യത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അതായത് 1/4 ആണ്, അതായത് 1/4 ആണ്. 1/4 ആണെന്ന് പറഞ്ഞാൽ 64 ഒരു കോയിൻസ് കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഇപ്പോഴത്തെ ₹1 മൂല്യം എത്തുന്നത്. അതായത് 1/4 ആണെങ്കിൽ 64 എണ്ണം ചേരണം. അതായത് 1/64 റുപ്പീസാണ് ഇപ്പോഴത്തെ നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഈ കോയിൻസൊക്കെയാണ് നമ്മൾ മിനിമം ഒരു ₹100 കൊടുത്തൊക്കെ വാങ്ങുന്നത്. കാരണം മനസ്സിലായല്ലോ, അന്നത്തെ മൂല്യം വളരെ കുറവാണ്. ആ മൂല്യം കുറഞ്ഞ കോയിൻസാണ് നമ്മൾ ഇന്ന് കോയിൻ കളക്ഷന് വേണ്ടി നല്ല പൈസ കൊടുത്ത് വാങ്ങുന്നത് എന്ന് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത കോയിൻ എന്ന് പറഞ്ഞാൽ 1 പൈസയാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/4 അണയ്ക്ക് തുല്യമാണ്. അതായത് 1/64 റുപ്പി, അതായത് 64 എണ്ണം. ഈ കോയിനും 64 എണ്ണം കൂടി ചേരുമ്പോഴാണ് ₹1 ആകുന്നത് എന്നാണ്. നമ്മൾ ഈ കോയിൻസൊക്കെ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടായിരിക്കണം. കുറച്ച് കാണുമ്പോൾ തന്നെ കൗതുകം തോന്നുന്നൊരു കോയിനാണ്. അപ്പം ഇങ്ങനെയുള്ള കോയിനൊക്കെ നമ്മൾ കാശ് കൊടുത്തൊക്കെ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ വാല്യൂയും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്ന ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ, ആൻറ്റിക് വാല്യൂ ഒന്നുമല്ല, അതിൻ്റെ റിയൽ വാല്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത കോയിനാണ് 1/2 അണ എന്ന് പറയുന്നത്. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ 32 കോയിൻ ചേരുന്നതാണ് നമ്മുടെ ₹1 എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ₹1 എന്ന് പറയുന്നത് ഇതുപോലത്തെ 32 കോയിൻസ് കൂടി ചേർന്നതാണ്. അതാണ് അതിൻ്റെ വാല്യൂ. കാരണം അത്രയ്ക്ക് വാല്യൂ കുറഞ്ഞ കോയിൻസ് ആണ് ഈ കോയിൻസൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ആൻറ്റിക് വാല്യൂയും മാർക്കറ്റ് വാല്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൂടിയ ഒരു വില തന്നെയാണ് നമുക്ക് ഈ കോയിൻസിന് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ അതായത് അവസാന കാലഘട്ടത്തിൽ, അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ അവസാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് കോയിൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയുന്നത്. ഇതൊരു വെറൈറ്റി ഒരു കണ്ടൻറ്റ് ആയതുകൊണ്ടാണ് ഞാനിതൊന്ന് എടുത്തത് തന്നെ. അതായത് ഒരണ എന്ന് പറയുന്നത് 16 അണകൾ ചേരുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ₹1 എന്നുള്ളതാണ് ഇതിനകത്ത് എന്നുള്ളത്. കണ്ടില്ലേ, ഈ അണ കോയിൻസിനൊക്കെ മിനിമം ₹50 നമ്മളിപ്പോൾ ആൻറ്റിക് വാല്യൂ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള വാല്യൂ ഒന്ന് മനസ്സിലാക്കി നോക്കണം. 16 കോയിൻസ് കൂടി ചേരുമ്പോഴേ ₹1 എന്നുള്ളൊരു മൂല്യത്തിലോട്ട് വരത്തുള്ളൂ ഈ കോയിൻസൊക്കെ. അടുത്ത 2 അണ എന്ന് പറയുമ്പോൾ 1/8, അതായത് ഇതുപോലത്തെ 8 കോയിൻസ് കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ രൂപയായ ₹1 ഒരു മൂല്യത്തിന് തുല്യമായി എത്തുന്നത്. അതാണ് ഇത് എന്ന് പറയുന്നത്. ഇതിനും നല്ല അത്യാവശ്യം റെയറുള്ള ഒരു കോയിനൊക്കെ തന്നെയാണ്. മിനിമം ഒരു ₹100 മണ്ടക്കോട്ടൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ള കോയിനാണ് ഇപ്പോൾ നമുക്ക് ആൻറ്റിക് വാല്യൂ, അതിൻ്റെ മാർക്കറ്റ് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ 1/4 റുപ്പീസ് എന്ന് പറയുന്നത് നമ്മുടെ 25 പൈസയ്ക്ക് തുല്യമായുള്ള അന്നത്തെ കോയിനാണ്. അത് ഏറ്റവും അവസാന കാലഘട്ടത്തുണ്ടായിരുന്ന കോയിനാണ്. 1947 കോയിനാണ്. കണ്ടില്ലേ, അതെന്ന് പറയുന്നത് 1/4 റുപ്പീസ് എന്ന് പറയുമ്പം അതായത് 0.25 റുപ്പീസ്, അതായത് നമ്മൾ 25 പൈസ. അടുത്ത് പറഞ്ഞാൽ ½ റുപ്പീസാണ്, അതായത് നമ്മുടെ 50 പൈസയ്ക്ക് തുല്യമായുള്ള കോയിനാണ്. കണ്ടില്ലേ, ഇതൊക്കെ ആ കാലത്ത് നമുക്ക് ഉണ്ടായിരുന്ന കോയിൻസാണ്. പക്ഷേ അതിന് 50 പൈസയ്ക്ക് തുല്യമായി വരുന്നുള്ള കോയിനാണ്. അടുത്ത കോയിൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ 1 റുപ്പി. ഇപ്പോഴാണ് നമ്മുടെ ₹1 തുല്യമായിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ കോയിൻസ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എല്ലാ കോയിനും റിയൽ വാല്യൂ ആണ്. അതായത് അന്നുണ്ടായിരുന്ന മൂല്യവും ഇന്നത്തെ കോയിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള ഒരു വാല്യൂ ആണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലുള്ള ന്യൂമിസ്മാറ്റിക് ബേസിലുള്ള വീഡിയോസാണ് നമ്മുടെ ഈ ചാനലിലൂടെ ഇടുന്നത്. അപ്പം കോയിൻസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതിന് പറയും ബൈ.